ശശിധരൻ ആറാട്ടുവഴി തിരക്കഥ എഴുതി സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് യോദ്ധ. 1992 പുറത്തിറങ്ങിയ ചിത്രത്തിൽ തൈപ്പറമ്പിൽ അശോകനായി എത്തിയത് മോഹൻലാലായിരുന്നു. സിദ്ധാർത്ഥ് ലാമ, ജഗതി ശ്രീകുമാർ, പുനീത് ഇസാർ, മധുബാല എന്നിവരും യോദ്ധയ്ക്കായി ഒന്നിച്ചിരുന്നു. മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട ചിത്രത്തിൽ കുറഞ്ഞ ചില രംഗങ്ങളിൽ ഉർവശിയും എത്തിയിരുന്നു. താരത്തിൻ്റെ ദമയന്തി എന്ന കഥാപാത്രത്തിന് ഏറെ പ്രേക്ഷക പ്രശംസ ലഭിച്ചിരുന്നു. ആ സിനിമയിലേക്ക് താൻ എത്തിയതിനെക്കുറിച്ച് പറയുകയാണ് ഉർവശി. ഞാൻ യോദ്ധയുടെ ഡയറക്ടർ സംഗീത് ശിവൻ്റെയും ടീമിൻ്റെയും ആദ്യ സിനിമയായ വ്യൂഹത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും രഘുവരനുമാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. അവരുടെ രണ്ടാമത്തെ സിനിമയായിരുന്നു യോദ്ധ. പക്ഷേ ആ സമയത്ത് ഞാൻ കുറെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് നേപ്പാൾ വരെ പോയി വർക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. എൻ്റെ അവസ്ഥ അതായതുകൊണ്ട് ഞാൻ ആ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു. പക്ഷേ അതവർ ഒരു പരിഭവമായി കൊണ്ടു നടന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് നിന്ന് പോകുന്ന വഴി ഷൊർണൂറിൽ ഇറങ്ങി. അവിടെ ചെന്നതും ഞാൻ അവരോട് എൻ്റെ സത്യാവസ്ഥ പറഞ്ഞു. ഇങ്ങനെയൊരു അവസ്ഥയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും ഇതിൽ ഒരു ഗസ്റ്റ് റോളുണ്ട്, അതിൽ അഭിനയിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അവിടെ തന്നെ നിൽക്കുകയും രാത്രി വരെ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം വെളുപ്പിനാണ് ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു പോകുന്നത്. സത്യത്തിൽ ആ കഥാപാത്രം അത്രമാത്രം നന്നാവുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നും എല്ലാവരും ആ കഥാപാത്രത്തെപ്പറ്റി വലിയ സംഭവമാക്കി പറയുന്നത് കേൾക്കാം. എനിക്കതിൽ ഒന്നും തോന്നിയിട്ടേയില്ല. പിന്നെ ആ കഥാപാത്രം അത്രയും നന്നായത് അമ്പിളി അങ്കിളുമായിട്ടുള്ള ആത്മബന്ധം കാരണമാണ്. അന്ന് അതിനൊക്കെ വലിയ വാല്യൂ ഉണ്ടായിരുന്നു, ഉർവശി പറഞ്ഞു.